ഹലോ എവറി വൺ. അപ്പം നമ്മൾ എക്സാംസിൻ്റെ എല്ലാം ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ബോർഡ് എക്സാം വരുന്നു, മോഡൽ എക്സാംസ് കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സാംസ് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കേരളത്തിൻ്റെ എൻട്രൻസ് എക്സാമായ കീം എക്സാം പ്രിപ്പയർ ചെയ്യാൻ എപ്പോൾ സമയം കിട്ടും എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കീം ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് അല്ലെങ്കിൽ കീം എക്സാം എന്ന് പറയുന്നത് ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരല്പം കൂടി വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺസിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകൾ ബോർഡ് എക്സാമിനെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ചില ചാപ്റ്റേഴ്സുകളിലെക്കാട്ടിലും കുറച്ച് പോർഷൻസ്, ചാപ്റ്റേഴ്സ് അല്ല, ആ ചാപ്റ്റേഴ്സിൽ കുറച്ച് പോർഷൻസ് കൂടുതലായിട്ട് പഠിക്കുവാനുണ്ട്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു സ്പെഷ്യൽ ടൈം, ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ്, ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നതിലും എല്ലാം എളുപ്പമായിട്ട് ബോർഡ് എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ദർശന അക്കാദമി ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കീമസോൺ മാത്തമാറ്റിക്സ്. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പല പാർട്ടുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞ് കീമിൻ്റെ അകത്ത് കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുക, കീമിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏതൊക്കെ കോൺസെപ്റ്റുകളിൽ നിന്നാണ്, ഇന്ന ചാപ്റ്റേഴ്സിൽ ഇന്ന കോൺസെപ്റ്റുകളാണ് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഒരുക്കുന്ന പ്ലാറ്റ്ഫോമാണ് കീമസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്സിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള 3-4 എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ചാപ്റ്റേഴ്സാണ്. സിമ്പിളാണ് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് കാണാം, അതോടൊപ്പം തന്നെ അതിൻ്റെ വെയിറ്റേജ് കാണാം. ഓക്കെ, വെയിറ്റേജ് നോക്കിയേ. സെറ്റ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, മെട്രീസസ്, ഡിറ്റർമിനൻസ്, ട്രിഗ്നോമെട്രി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോപ്പിക്കുകളെല്ലാം മിക്സപ്പ് ആയിട്ട് കിടക്കുക. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് നിന്ന് വെയിറ്റേജ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ കൊല്ലങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3-4 കൊല്ലം മുൻപ് 2020 സെറ്റിൻ്റെ അകത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരുന്നത്. അപ്പം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴും കഴിഞ്ഞ 3-4 വർഷങ്ങൾ, 2020 3 ക്വസ്റ്റ്യൻ, അതിനുശേഷം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു ക്വസ്റ്റ്യനാണ് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 3 ക്വസ്റ്റ്യനാണ്, അതിന് മുമ്പത്തെ വർഷം 3 ആണ്, അതിന് മുമ്പ് 4 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 3-4 വർഷത്തെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിലും ഉണ്ടല്ലേ. ഫസ്റ്റ് ഇയറിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡ് ഇയറിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സും കൂടി ക്ലബ് ചെയ്താൽ, അല്ലെങ്കിൽ 2 പോർഷൻസും കൂടി 2 പാർട്ടായിട്ട് എടുത്താൽ, ഈ 2 പാർട്ടുകളും കൂടി ക്ലബ്ബ് ചെയ്താൽ 3 ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ്. രണ്ടിലും ഈ 2 ക്വസ്റ്റ്യൻസ് വെച്ച് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ മെട്രിക്സിൽ ഒരെണ്ണം കുറഞ്ഞാൽ ഉറപ്പായിട്ടും ഡിറ്റർമിനൻസിൽ ഒരെണ്ണം കൂടും. 1, 3 അല്ലെങ്കിൽ 2, 2 ആ ഒരു റേഞ്ചിലാണ് ഉറപ്പായിട്ടും 4 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടി സ്വപ്നമായിട്ടൊക്കെ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ട്രിഗ്നോമെട്രിയിൽ 5, 6 ഇത് ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 5ഉം 6ഉം ഒക്കെ ചോദിച്ചിരിക്കുന്നതാണ്. മുൻ വർഷങ്ങളെല്ലാം കൂടി 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ട്രിഗ്നോമെട്രിയിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം വാസ്റ്റായിട്ട് കിടക്കുകയാണ്, ഇല്ലെ കൺഫ്യൂഷൻ ആണ്, പ്രശ്നക്കാരാണ് ഈ ചാപ്റ്റേഴ്സൊക്കെ എന്ന് നമ്മൾ കരുതിയ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏത് രീതിയിലാണ്, ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് നമ്മൾ കീമിനായിട്ട് പഠിക്കേണ്ടത്, ഇല്ലെങ്കിൽ കീമിന് ഇന്ന കോൺസെപ്റ്റുകളിൽ നിന്ന്, ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതെല്ലാം നമ്മൾ വേണ്ട ഈ ഒരൊറ്റ മണിക്കൂർ സെഷനിൽ നിന്ന് ഈ 6 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുക, നമ്മുടെ ഈ പോർഷൻസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം തന്നെ ആ കോൺസെപ്റ്റുകൾ ഉറപ്പായിട്ടും പഠിക്കുക. ആ കോൺസെപ്റ്റുകളിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെയും ചെയ്തു നോക്കുക. കീം വേറെ ഒന്നും നോക്കണ്ട, ബോർഡ് എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കീം എക്സാമിനും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാനുള്ള പോർഷൻസ് നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിലും ഒരു സിലബസ്, ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സെറ്റ് ബിൽഡ് ഫോം, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സിൽ നിന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുക. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് നമ്മൾ പുതിയതായിട്ട് 10ാം ക്ലാസ് വരെ വേറൊരു ടൈപ്പ് മാത്തമാറ്റിക്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. +1ലേക്ക് കയറിയപ്പോഴേക്കും വേണ്ട അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് സെറ്റ്. ഇതിൻ്റെ അകത്ത് സാധാ നമ്മൾ കാണുന്ന അൾജിബ്രായിക് ഓപ്പറേഷൻസ് അല്ല, അതോടൊപ്പം തന്നെ വേറെ എന്തുണ്ട്, സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് ബിൽഡ് ഫോമും റോസ്റ്റർ ഫോമുമാണ്. ഏറ്റവും ബേസിക് ആയിട്ട് 2 രീതി. അപ്പോൾ ഈ 2 രീതി ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ എല്ലാം സമ്മേഷൻ അല്ലെങ്കിൽ മിക്സപ്പാണ്. ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒന്നെങ്കിൽ സെറ്റ് ബിൽഡ് ഫോമിലായിരിക്കും, ഇല്ലേ റോസ്റ്റർ ഫോമിലായിരിക്കും തരിക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. സോ സെറ്റ് ബിൽഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ഉറപ്പായിട്ടും
മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് ഇപ്പോൾ എല്ലാവരും മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം എല്ലാം മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്കും റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്കും കുറേ സെറ്റുകൾ എടുത്ത് തന്നെ കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് മാസ്റ്റർ ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അൾജിബ്രൈക്ക് ഓപ്പറേഷൻസിലെ മുൻ വർഷങ്ങളിൽ 10ാം ക്ലാസ് വരെ നമ്മൾ ചെയ്ത അൾജിബ്രൈക്ക് ഓപ്പറേഷൻസ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ സെറ്റ് ഓപ്പറേഷൻസിലേക്ക് ഡീൽ ചെയ്യുക. സെറ്റ് ഓപ്പറേഷൻസിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 4 ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് വെച്ചിട്ടായിരിക്കും മിക്കവാറും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും. നമ്മുടെ മുൻ വർഷങ്ങളിലെല്ലാം ഒരു 5, 6, 7 വർഷങ്ങളെടുത്ത് നോക്കിയാലും സെറ്റിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ വേണ്ട ഈ 4 ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സെറ്റിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഒന്ന്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക, ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ് അത് ഏതൊക്കെയാണ്? യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ബേസിക്സ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും അവസാനം കുറേ ലോസ് പഠിക്കുന്നുണ്ട്. ഐഡംപോർട്ടൻറ്റ് ലോ, ഐഡൻറ്റിറ്റി ലോ, അങ്ങനെയുള്ള കുറേ ലോസ്. അതെല്ലാം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. വേറെയും എക്സാമുകളും ബോർഡ് എക്സാമിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീമിന് വേണ്ട ഈ കൊടുത്തിരിക്കുന്ന 4 ലോസ്, 4 പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇല്ല മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ്? അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ ഈ 4 ലോസും നമ്മൾ മുൻ വർഷങ്ങൾ മുതലേ കാണുന്നുണ്ട്. 8ലും 9ലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്പേഴ്സുമായിട്ടും റിയൽ നമ്പേഴ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, അതുപോലെ തന്നെ ഡിമോർഗൻസ് ലോ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിമോർഗൻസ് ലോ. അത് നമ്മൾ പല ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ +1ലും +2ലും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ പ്രോബബിലിറ്റി, 2ലും ലാസ്റ്റ് ചാപ്റ്റേഴ്സാണ്. പ്രോബബിലിറ്റിയിൽ 2ൻ്റെ അകത്തും ഉറപ്പായിട്ടും മിക്കവാറും രീതിയിൽ ചോദിക്കുന്നതാണ് ഡിമോർഗൻസ് ലോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും സെറ്റിൻ്റെ അകത്ത് നിന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി മക്കളെ. സെറ്റിൻ്റെ അകത്ത്, കീമിൻ്റെ അകത്തെ ഒരു ക്വസ്റ്റിനേ വരുന്നുള്ളൂ. ഏത് പേപ്പറിൽ വന്നാലും, ഏത് സെക്ഷൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റൻ ആണെങ്കിലും സിമ്പിളായിട്ട് വിത്തിൻ നോ ടൈം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. പഴയ പ്രീവിയസ് ഇയറിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം വരുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താ? നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. എന്താ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സെറ്റ് എ ഈസ് ഈക്വൽ ടു എച്ച് എലമെൻറ്റ് ഓഫ് ഇസഡ്. എച്ച് എലമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തെ ഒരു എലമെൻ്റ് ആണ്. എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് എന്ത്? എച്ച്. ആ എച്ച് എവിടെയുള്ളതാ? ഇൻറ്റീജറിൻ്റെ അകത്തുണ്ട്, ഇസഡിൻ്റെ അകത്തുള്ള. ഇനി അവിടെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, കോളൻ. എച്ചിൻ്റെ വാല്യൂസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ എല്ലാ പ്രോബ്ലവും സെറ്റ് ബിൽഡർ ഫോമിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലവും ചെയ്ത് തീർക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഏറ്റവും കൂളസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് എവിടെയാണ്? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെറ്റ് എ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്താ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ആ എലമെൻറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് എലമെൻറ്റ് എച്ചിൻ്റെ ഫസ്റ്റ് വാല്യൂ വരുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഫസ്റ്റ് -1 ആണ് എച്ചിൻ്റെ വാല്യൂ അല്ലേ? ഇനി അങ്ങോട്ട് പോകുന്ന ഇൻറ്റീജർ ഏതാ? അടുത്ത ഇൻറ്റീജർ എന്ന് പറയുന്നത് 0 ആണ്, അടുത്ത ഇൻറ്റീജർ 1 ആണ്, അടുത്ത ഇൻറ്റീജർ 2 ആണ്, അടുത്ത ഇൻറ്റീജർ 3 ആണ്, അടുത്ത ഇൻറ്റീജർ 4 ആണ്. പക്ഷേ 4 എച്ചിന് വാല്യൂ ഉണ്ടോ? എച്ചിൻ്റെ വാല്യൂ ഇല്ല. കാരണം ഇവിടെ എന്താ? ഇവിടുത്തെ ഇന്നിക്വാളിറ്റി എന്താണ്? ലെസ് ദാൻ 4 ആണ്. അപ്പോൾ 4ലും താഴെയുള്ള ഇൻറ്റീജർ വരേ ഉള്ളൂ. 4ലും താഴെയുള്ള ഇൻറ്റീജർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം സെറ്റ് എ എന്ന് പറയുന്നത് എന്താ? -1 0 1 2 3. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? ബി ഈസ് ഈക്വൽ ടു എച്ച് എലമെൻറ്റ് ഓഫ് ഇസഡ്. ഇൻറ്റീജറിൻ്റെ അകത്തെ തന്നെ എലമെൻ്റ് ആണ് എച്ച്. അതുപോലെ തന്നെ 0 ലെസ് ദാൻ h/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ വേണ്ട റൈറ്റ് സൈഡിൽ ഞാൻ എഴുതുവാണ്, 0 ലെസ് ദാൻ h/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്ക് h/2ൻ്റെ വാല്യൂ h/2ൻ്റെ റേഞ്ചാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് വേണ്ടത് ആരുടെയാണ്? എച്ചിൻ്റെ റേഞ്ചാണ്. എച്ച് ആണ് നമ്മുടെ എലമെൻറ്റ്. അപ്പോൾ എച്ചിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ടേ ഇന്നിക്വാളിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിനേക്ക് കിടക്കുന്നില്ല ഇന്നിക്വാളിറ്റീസില്ല. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ എല്ലാ സൈഡിലും ഇന്നിക്വാളിറ്റീസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം എന്ത് നടത്തണം? സെയിം ഓപ്പറേഷൻ തന്നെ നടത്തണം അല്ലേ? അപ്പം എന്തേണ്ടേ, ഞാൻ ഇതിനെ ഈ നടുക്കുള്ളതിനെ എച്ച് ആക്കാൻ അവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ h/2 എന്നുള്ളത് h ആയി.
അപ്പോൾ അത് ഇന്നിക്വാളിറ്റിയുടെ അപ്പുറത്തും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് വിൽ ബി 6. അതിൻ്റെ ഇപ്പുറത്ത് ചെയ്താൽ 2 × 0 ദാറ്റ് വിൽ ബി 0. അപ്പോൾ വേണ്ട ആ റേഞ്ച് നമ്മുടെ നേരത്തെ തന്ന ബി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന റേഞ്ച് നമുക്ക് ഈ രീതിയിൽ എന്നുള്ളത് കൺവേർട്ടഡ് ആയി ഇതേണ്ട ഇങ്ങനെയായി 0 <x <or = 6. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് വാല്യൂ തുടങ്ങുന്നത് 0 ആണോ? 0 അല്ലേ? 0 ആണ്. സോ 0 വരുന്ന വാല്യൂ വരില്ല. അടുത്ത വാല്യൂ 1 ആണ്. അടുത്ത വാല്യൂ 1 ആണ്. അടുത്ത വാല്യൂ 2 ആണ്. പിന്നെ 3 ആണ്. പിന്നെ 4 ആണ്. പിന്നെ 5 ആണ്. 6 ആണ് അല്ലേ? 6 =<= എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടം വരെ വാല്യൂസ് ഉണ്ട്. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി. എന്താ എ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം എന്താ ഇതിൽ രണ്ടിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് വേണ്ട 1 വരുന്നുണ്ട്, 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, 3 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലമെൻറ്റ് സെറ്റ് 1 2 3. അപ്പോൾ സെറ്റ് 1 2 3 ആണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ സിമ്പിൾ അല്ലേ? ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ അറിഞ്ഞാൽ മതി, ബേസിക് ഓപ്പറേഷൻസ് അറിയുക, റൂൾസ് ലോസ് നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ ആപ്ലിക്കബിൾ അല്ല, റൂൾസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി വരുമ്പോഴും റൂൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകളെ സെറ്റിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്താണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. പ്രിൻസിപ്പൽ വാല്യൂ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു ചെറിയ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിച്ച് ഇതിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റീസ് കുറച്ച് പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് ഉണ്ട് അല്ലേ? നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് പഠിക്കുന്ന പോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും പഠിക്കുവാനുണ്ട്. വേണ്ട ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഐഡൻറ്റിറ്റീസ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പഠിക്കുക. സൈൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, എല്ലാം നിങ്ങൾക്ക് എഴുതി കിട്ടിയിട്ടുണ്ടില്ല നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്തുകൊണ്ട്. നിങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഭൂരിഭാഗവും ഒരു 90% ഐഡൻറ്റിറ്റീസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, എല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇത്രയും ഐഡൻറ്റിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. ഐഡൻറ്റിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രിഗ്നോമെട്രി ആയിട്ട് ബേസ് ഫസ്റ്റ് ഇയർ ട്രിഗ്നോമെട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ക്വാഡ്രൻസും ഡൊമൈനും റേഞ്ചും ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചാപ്റ്ററാണ് എന്ത്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. അതിൻ്റെ അകത്ത് കോൺസെപ്റ്റുകളായിട്ട് ഒത്തിരി ഒന്നും പഠിക്കാനില്ല. എന്താ ഉള്ളൂ, നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഐഡൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഐഡൻറ്റിറ്റീസ് ഞാൻ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 90% ഐഡൻറ്റിറ്റീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് സ്ലൈഡുകളിൽ. ഒന്ന് പോസ് അടിച്ച് നോക്കുക. ഇത്ര ഐഡൻറ്റിറ്റീസ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയെടുത്ത് വെക്കുക. എന്നിട്ട് അതിനുശേഷം അത് പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അത് പഠിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഇത്രയും ഐഡൻറ്റിറ്റീസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 7π/4. സൈൻ ഇൻവേഴ്സ് സൈൻ 7π/4. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ വാല്യൂ ആരെയാണ് കണ്ടത്? സൈൻ ഇൻവേഴ്സ് സൈൻ 7π/4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ ആവശ്യമുണ്ട്? നമ്മൾ ക്വാഡ്രൻസിനെ പറ്റിയൊക്കെയുള്ള ഐഡിയ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ? ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് ഈ പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആംഗിൾ എവിടെയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ വേണ്ട ഇവിടെ /4 ആണ്. അപ്പോൾ ഈ 4ൻ്റെ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യ 7 ആണ്. അപ്പോൾ നമുക്ക് ആ 7നെ നമുക്ക് 4 വെച്ച് ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്തില്ല. വിത്തൗട്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതിനെ ഈ ആംഗിൾ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് ഈ 7πയെ ഞാൻ വേണ്ടേ 8π - π എന്ന് എഴുതി. അതായത് ഈ 8π എന്ന് പറയുന്നത് 8ഉം 4ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 8ഉം 4ഉം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8π - 4 π ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. ഇത് സെയിം വാല്യൂ തന്നെയല്ലേ? സെയിം വാല്യൂ തന്നെയാണ്. 8π - π എന്ന് പറയുന്നത് 7π ആണ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് 8π/4 -π/4 അല്ലേ? 8π/4 -π/4. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഇൻവേഴ്സ് എന്താണ്? സൈൻ ഇതെന്ത് വരും? 2π - π/4. സൈൻ 2π -
π/4. നോക്കിയേ, നമുക്ക് ആ കിട്ടിയ ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് കിട്ടിയത്? നമ്മുടെ ആംഗിൾസ് ഇല്ല ക്വാഡ്രൻറ്റ് വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, തേർഡ് ക്വാഡ്രൻ്റ് ആണ്, ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ദിസ് ഇസ് π/2 അല്ലേ? ദിസ് ഇസ് പൈ, ദിസ് ഇസ് 3π/2, ദിസ് ഇസ് 2π. അപ്പോൾ ആംഗിൾ എവിടെയാണ് പറഞ്ഞത്? 2π - π/4 ആണ്. 2π - π/4 എന്ന് പറഞ്ഞാൽ വേണ്ടേ ഇവിടുന്ന് π/4 കുറയ്ക്കുന്നു, 2πയിൽ നിന്ന് π/4 കുറയ്ക്കുന്നു. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എവിടെയാണ്? ദിസ് ഇസ് ഓൺ ഫോർത്ത് ക്വാഡ്രൻ്റ്. അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് അല്ലേ? ഇപ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഇനി നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചു, ഇല്ലെങ്കിൽ ഇൻവേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പല ഐഡൻറ്റിറ്റീസും പഠിച്ചിട്ടുണ്ടാവും. sin 2π - π/2, sin 2π - π/2 എന്ന് പറയുന്നത് sin π/2 ആണ്. അല്ല സോറി, sin 2π - π/4 എന്ന് പറയുന്നത് sin π/4 ആണ്. ശരിയല്ലേ? sin 2π - π/4 എന്ന് പറഞ്ഞാൽ sin π/4 ആണ്. ഇനി ഈ ക്വാഡ്രൻറ്റിൽ ആരാണ് പോസിറ്റീവ്? നമ്മളിവിടെ ASTC റൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. ASTC കോസും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കുമാണ് അവിടെ പോസിറ്റീവ്, ബാക്കിയെല്ലാം അവിടെ നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈനും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവായിരിക്കും അല്ലേ? നെഗറ്റീവായിരിക്കും. ദിസ് ഈസ് നെഗറ്റീവ് സൈൻ. ഇവിടെ ഒരു സൈൻ ഇൻവേഴ്സും കൂടിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പഠിച്ചത് ഐഡൻറ്റിറ്റീസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. വേണ്ട സൈൻ ഇൻവേഴ്സ് ഏറ്റവും ആദ്യമുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എച്ച്. വാട്ട് ഈസ് ദിസ്? സൈൻ ഇൻവേഴ്സ് സൈൻ എച്ച് എന്ന് പറയുന്നത് എച്ച് തന്നെയാണ് അല്ലേ? സൈൻ ഇൻവേഴ്സ് സൈൻ എച്ച് എന്ന് പറയുന്നത് എച്ച് ആണ്. നമ്മൾ ഇവിടെ ചെയ്തു, അവിടം വരെ എത്തി. സൈൻ ഇൻവേഴ്സ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, കോമൺ പുറത്തെടുത്തു. സൈൻ ഇൻവേഴ്സ് സൈൻ എച്ച് π/4 എന്ന് പറയുന്നത് സൈൻ π/4 തന്നെയാണ്. സൈൻ π/4 തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു മൈനസും കൂടിയുണ്ട്. സോറി, π/4 സൈൻ π/4 അല്ല, π/4 തന്നെയാണ്. അവിടെയുള്ള മൈനസും കൂടി വരുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് -π/4. ആൻസർ ഈസ് -π/4. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാഡ്രൻസ് മനസ്സിലാക്കി വെക്കുക, ASTC റൂള് മനസ്സിലാക്കി വെക്കുക, അതുപോലെ തന്നെ ആ ആംഗിൾ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പൽ വാല്യൂ അല്ല ഏത് വാല്യൂ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത്രയും വാല്യൂ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ദിസ് ഇസ് -π/4. വേർ ഇസ് ദി ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഈ ആംഗിളോ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ട്, അങ്ങനെ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ എവിടെയെങ്കിലും ചോദിക്കുക, ഇല്ല കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് അത് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇൻവേഴ്സിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ ആ ഐഡൻറ്റിറ്റിയിൽ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. ഏറ്റവും അവസാനം ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ്? ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്താണ് ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത്? ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച് വൈ ആണ്. ഓക്കെ, ആ ഐഡൻറ്റിറ്റി മറക്കാതെ പഠിക്കണം. ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ is equal to tan inverse h plus y divided by 1 minus hy. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇത് പഠിക്കണം മക്കളെ. നേരത്തെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, നമ്മുടെ ഡിവിഷനൊക്കെ സ്ലാഷാണ് കിടക്കുന്നത്. അപ്പോൾ അതുപോലെ മനസ്സിലാകുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നേടി ഇത്രയേ ഉള്ളൂ സാധനം. ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച് വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇക്വേഷൻ tan inverse h minus tan inverse y is equal to tan inverse h minus y divided by 1 plus hy ആണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കീമിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ 2 or 3 സെഷൻ്റെ അകത്തും ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ടാൻ ഇൻവേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി. സോ ഇത് നമുക്ക് ഈ ഐഡൻറ്റിറ്റി അറിയുവാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വല്ലതും ചെയ്യാനുണ്ടോ? ഇല്ല, സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ എച്ചിൻ്റെ സ്ഥാനത്ത് വേണ്ടി ഇത് എച്ച് ആണ്, ഇത് വൈ ആണ്. ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ വേണ്ട ടാൻ ഇൻവേഴ്സ് 1/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/4 ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് പ്ലസ് ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് 1/3 പ്ലസ് 1/4 ആണ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച് വൈ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 1/4 ആണ്. ദാറ്റ് ഈസ് 1/12 ആണ് അല്ലേ? ദാറ്റ് ഈസ് 1/12. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇതെന്ത് വരും? ദിസ് ഈസ് 4 plus 3 divided by 12
ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 അല്ല സോറി ഇത് 12 മൈനസ് 1 11 ബൈ 12 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഈ 12ഉം 12ഉം ക്യാൻസലായി. ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 7/11. ടാൻ ഇൻവേഴ്സ് 7/11. രണ്ട് ആ ഐഡൻറ്റിറ്റി അറിയുവാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും നോക്കണ്ട, കണ്ണും അടച്ച് ടപ്പേ എന്നും പറഞ്ഞ് നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ? സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഉറപ്പായിട്ടും വിട്ട് കളയരുത്. ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും ടാൻ ഇൻവേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആയിരിക്കും, ഇല്ല ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിറ്റീസും മറക്കാതെ പഠിച്ചു പോകണം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിലും പഠിക്കുന്നുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചു പോയതാണ്. റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്. അപ്പോൾ ആ പഠിച്ചു പോയ ഫസ്റ്റ് ഇയറിൻ്റെ അകത്തെ ആ പോർഷൻസ് വെച്ച് തൊട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് ഇയറിൻ്റെ അകത്തെ പോർഷൻസിൻ്റെ അകത്തുനിന്ന് വേറെ ഒന്നുമല്ല, ഡൊമെയിൻ ആൻഡ് റേഞ്ച് ആണ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഫസ്റ്റ് ടോപ്പിക്ക്. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഒന്നെങ്കിൽ റിലേഷൻ്റെയോ മിക്കവാറും ഒരു 80% ഏതെങ്കിലും ഫംഗ്ഷൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഡൊമെയിൻ കണ്ടുപിടിക്കാനായിരിക്കും. ഫംഗ്ഷൻ്റെ ഡൊമെയിൻ അല്ല റേഞ്ച് അല്ല, മിക്കവാറും റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഇനി സെക്കൻഡ് ഇയറിൻ്റെ പോർഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇക്വലൻസ് റിലേഷൻ അല്ലേ? ഇക്വലൻസ് റിലേഷൻ്റെ അകത്ത് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താലേ ആ റിലേഷനെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് റിഫ്ലെക്സീവ് ആയിരിക്കണം, അതായത് ഓർഡേർഡ് പെയർ എ ആരോട് റിലേറ്റ് ചെയ്യണം, എ ആരോട് റിലേറ്റ് ചെയ്യണം, എ ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി എലമെൻറ്റ് ഓഫ് ആർ. എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. അതുപോലെ തന്നെ സിമെട്രിക് ആണെങ്കിലോ എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണ് എങ്കിൽ ദിസ് ഇംപ്ലൈസ് എന്താണ്, ബി എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. അതാണ് സിമെട്രിക് അല്ലേ? ട്രാൻസിറ്റിവിറ്റി ആണെങ്കിലോ എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണ് ആൻഡ് എന്താണ്, ബി സി എലമെൻറ്റ് ഓഫ് ആർ ആണ് എങ്കിൽ ദിസ് ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. അപ്പോൾ ഇത് 3 കണ്ടീഷൻസുമാണ് നമ്മുടെ ഇക്വലൻസ് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇതാണ് ചോദിക്കുക. ഇനി അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ പറയുമ്പോൾ നമുക്കറിയാം 2 കണ്ടീഷൻസ് അവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് 1-1 റിലേഷൻ ആയിരിക്കണം അല്ലേ? 1-1 റിലേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടാവണം, റിലേഷൻ ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ ആവുള്ളൂ. അവിടെയുള്ള എലമെൻസിന് ഒറ്റ ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻസിൽ നിന്ന് ഒരു എലമെൻറ്റിൽ നിന്ന് അടുത്ത ഒറ്റ എലമെൻറ്റിലേക്ക് റിലേഷൻ പോകാവുള്ളൂ. 2 എലമെൻസിൽ നിന്ന് ഒരു എലമെൻറ്റിലേക്ക് റിലേഷൻ പോകരുത്. അതായത് ഒരു എലമെൻറ്റ് സെക്കൻഡ് സെറ്റിലുള്ള ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആണോ? ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സെക്കൻഡ് സെറ്റിലുള്ള എലമെൻസിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് 1-1 റിലേഷൻ. ഇനി അടുത്തത് ഓൺ ടു റിലേഷൻ ആണെങ്കിൽ എന്താ, സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടാവണം, പ്രീ ഇമേജ് ഉണ്ടാവണം. ഈ 2 കണ്ടീഷൻസാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 1-1 ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, മെനി 1 ഫംഗ്ഷനാണ്. മെനി 1 ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ ഓൺ ടുവിൻ്റെ ഓപ്പോസിറ്റ് ഇൻടു ഫംഗ്ഷനാണ്, ഇൻടു ഫംഗ്ഷൻ. അപ്പോൾ ഇതും നമുക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്, നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഒരു നമ്മുടെ ബോർഡ് എക്സാമുകൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ബോർഡ് എക്സാമിനൊന്നും അധികം ചോദിക്കാത്ത ഡിലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഒരു ടോപ്പിക്ക് നമുക്ക് മിക്കവാറും ചോദിക്കുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മുടെ കീമിന് ഡിലീറ്റഡ് അല്ല. അപ്പോൾ കീമിന് ആ പോർഷനിൽ ആ കോൺസെപ്റ്റിൽ നിന്ന് ചോദിക്കും. അത് നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിലെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പഠിക്കാം. വേണ്ടേ, നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന കീമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഒരു ഫംഗ്ഷൻ r -4/3. അതിൻ്റെ മീനിങ് എന്താ, ഫംഗ്ഷൻ എവിടം തൊട്ട് എവിടം വരെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് സെറ്റ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് സെറ്റ് റിയൽ നമ്പേഴ്സ്, അതായത് -∞ മുതൽ +∞ വരെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ -4/3 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ ഇല്ല. അത് എടുത്ത് മാറ്റി ആ എലമെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് എല്ലാമാണ് എന്ത് പോയേക്കുന്നത്, ബാക്കി എല്ലാ എലമെൻസിൽ നിന്നുമാണ് എന്ത് പോയേക്കുന്നത്, റിലേഷൻ പോയിരിക്കുന്നത്. അതാണ് മീൻ ചെയ്യുക. ഇനി അടുത്തത് അതെവിടം വരെയാണുള്ളത്, ദിസ് ഇസ് ആർ എന്ന് പറയുന്ന ആ ഫംഗ്ഷനിലേക്കാണ് ആർ എന്ന് പറയുന്ന ആ സെറ്റിലേക്കാണ് റിലേഷൻ ഫംഗ്ഷൻ പോയിരിക്കുന്നത്. ഓക്കെ, ബി എ ഫംഗ്ഷൻ ആസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 4x ഡിവൈഡഡ് ബൈ 3x + 4. ഓക്കെ, ഇനി ദ ഇൻവേഴ്സ് ഓഫ് എഫ്, അതിൻ്റെ ഇൻവേഴ്സ് പറയണം. അതായത് നേരെ തിരിച്ച് വേറൊരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്.
അപ്പോൾ ജി ഓഫ് വൈ അല്ലേ, ഇത് എഫ് ഓഫ് എക്സ് ആണ്. ഇങ്ങോട്ടുള്ളത് എഫ് ഓഫ് എക്സ് ആണ്. തിരിച്ചുള്ളത് എന്താണ്? ജി ഓഫ് വൈ എന്ന. ഇതായത് ഈ വൈ ഇവിടെയുള്ള എലമെൻറ്റ്സ് എല്ലാം y1 y2 എക്സെട്രയാണ്. അപ്പോൾ ആ വൈയുടെ പ്രീ ഇമേജ് എന്നാണ് പറയുക. തിരിച്ചുള്ള സെറ്റ് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ജി ഓഫ് വൈ എന്നാണ് ആ ഫംഗ്ഷൻ അറിയപ്പെടുക. ആ പേര് ജി ഓഫ് വൈ എവിടെ നിന്ന് തൊട്ടാ അതായത് ആറിൽ നിന്ന് എങ്ങോട്ടാണ്? ഇപ്പുറത്തെ സെറ്റിലേക്കാണ്. r -4/3 -4/3യിലേക്കാണ്. അപ്പോൾ അത് നേരെ തിരിച്ചു. അപ്പം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x/3x+4 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് 4x/3x+4 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇനി ചോദ്യം ഇതാണ്, ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ദ മാപ്പ് ജി റേഞ്ച് ഫ്രം എഫ് ടു ഫംഗ്ഷൻ ഫ്രം r -4/3. F2 ഫംഗ്ഷനിൽ നിന്ന് എവിടെ തൊട്ടാണ്? റേഞ്ച് ഓഫ് എഫിൽ നിന്ന്, എഫിൻ്റെ റേഞ്ചിൽ നിന്ന് സെക്കൻഡ് സെറ്റിൽ നിന്ന്, ഇതാണ് റേഞ്ച്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x ഡിവൈഡഡ് ബൈ എന്താണ് ഫംഗ്ഷൻ? 3x+4. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന y അല്ലേ. y ഈസ് ഈക്വൽ ടു 4x ഡിവൈഡഡ് ബൈ 3x+4 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന y ആണ്. ഈ y ഈസ് ഈക്വൽ ടു എന്ന ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന സാധനത്തെ എന്താക്കണം? x ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോം, അതായത് നമുക്ക് തന്നിരിക്കുന്ന y ഈസ് ഈക്വൽ ടു എന്ന ഫോമിലുള്ള സാധനത്തെ x ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്ന് മാറ്റി എഴുതാൻ വേണ്ട ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്. ഞാൻ വേണ്ട ഇവിടെ 4x മാറ്റി എഴുതാണ്. നേരെ ഓർഡർ ഒന്ന് മാറ്റി 3x+4 ഈസ് ഈക്വൽ ടു y അല്ലേ. ഇത് y ഞാൻ നേരെ തിരിച്ചെഴുതി. ഇനി ഈ ഡിനോമിനേറ്ററിനെ ഞാൻ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 4x ഈസ് ഈക്വൽ ടു 3hy. അതിനെ മൾട്ടിപ്ലൈ ചെയ്തു +4y ആണ് അല്ലേ. 3hy +4y ആണ്. ഇനി എക്സിൻ്റെ ടേംസിനെ അല്ല ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. എക്സിൻ്റെ ടേംസിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ വേണ്ട ഈ 3hy അപ്പുറത്തേക്ക് പോകണം. ഇവിടെ +3hy ആണ്, അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ -3hy. ദാറ്റ് ഈസ് 4x - 3hy ഈസ് ഈക്വൽ ടു 4y. ശരിയല്ലേ? 4y ആണ്. ഇനി ഇവിടെ ഒരു x കോമൺ എടുത്താലോ? x × 4 - 3y ഈസ് ഈക്വൽ ടു 4y. ഇനി നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതാലോ മക്കളെ. വേണ്ട എച്ച് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം അപ്പുറത്ത് ചെല്ലുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് 4y ഡിവൈഡഡ് ബൈ 4 - 3y. ഓക്കെ, നമ്മുടെ എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് എഴുതി. ഈ സെയിം സാധനം തന്നെയാണ് ജി ഓഫ് വൈ എന്ന് പറയുന്നത് 4y/4 - 3y ആയിരിക്കും. 4y ഡിവൈഡഡ് ബൈ 4 - 3y. എന്ത്? 4y ഡിവൈഡഡ് ബൈ 4 - 3y ഓപ്ഷൻ 2. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നേരെ ഓപ്പോസിറ്റ് എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിനെ y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിനെ എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് മാറ്റി എഴുതുക. അതിനെ നമ്മുടെ പേരിലേക്ക് മാറ്റി എഴുതുക. ഒന്നെങ്കിൽ ചിലപ്പം ജി ഓഫ് എക്സ് എന്ന് ഇവിടെ പേര് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ ജി ഓഫ് വൈ എന്ന് എഴുതിയത്. അല്ലെങ്കിൽ എന്താ എഴുതുക? അവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ് എഴുതുക. എഫ് ഇൻവേഴ്സ് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് കാണാനായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി അടുത്ത ചോദ്യം, ഇത് ഞാൻ ഇൻറ്റൻഷനലി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റർനാഷണലി എടുത്തിട്ടിരിക്കുന്നതാണ്. ദിസ് ഇസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇല്ല, കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. എന്താണ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ? അത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എന്താണ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ? സപ്പോസ് നിങ്ങൾക്ക് ഒരു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരികയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം 5 - h². 5 - h². ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 2 എന്താ? 2 എക്സിന് പകരം ആര് വന്നു? 2 വരുമ്പോഴുള്ള വാല്യൂ. എക്സിന് പകരം 2 വരുമ്പോഴുള്ള വാല്യൂ, അതാണ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ്റെ എച്ച് ഈസ് ഈക്വൽ ടു 2 വരുമ്പോഴുള്ള വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്താ? ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ എക്സിന് പകരം ആരെ ഇട്ട് കൊടുക്കും? ഈ 2 ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് 2². ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.
ഇതാണ് എഫ് ഓഫ് ടു ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ നടക്കുക. എന്താണ്? എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് എച്ച് സ്ക്വയർ എന്ന് തന്നു. ജി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 3h മൈനസ് 4 എന്ന് തന്നു. നമ്മൾ ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് -1 ആണ്. ഇതിൽ എഫ് കോമ്പോസിഷൻ ഓഫ് ജി ആണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സാധനം. ഇല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടാവും, ഇല്ല ചിലർ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും എഫ് കോമ്പോസിഷൻ ജി എന്താണ്? എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി എന്നാണ് അർത്ഥം. എഫ് ഓഫ് ജി ഓഫ് എച്ച്, ഇവിടെ എച്ച് ആണ്, ജി ഓഫ് എച്ച് ആണ്. ഇവിടെ ജി ഓഫ് -1 എച്ചിന് പകരം ആര് വന്നു? -1 വന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് -1 എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എച്ച് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എച്ചിൻ്റെ അകത്ത് എച്ചിന് പകരം ആരെ ഇട്ട് കൊടുക്കണം? എഫ് ഓഫ് എച്ച് ഇട്ട് കൊടുക്കണം, അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ചിൻ്റെ അകത്ത് എച്ചിന് പകരം ആരാ ഉള്ളത്? ജി ഓഫ് -1 ആണ്. ജി ഓഫ് -1 ഇട്ട് കൊടുത്താൽ 5 മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ജി ഓഫ് -1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എച്ചിന് പകരം ഇവിടെ വന്നത് ജി ഓഫ് -1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? എച്ചിന് പകരം ജി ഓഫ് -1 എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇനിയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. 5 മൈനസ് ജി ഓഫ് -1 എന്താ? ജി ഓഫ് എച്ച് ഇവിടെയുണ്ട്, ജി ഓഫ് എച്ച് ഇവിടെയുണ്ട്. ആ ജി ഓഫ് എച്ചിൻ്റെ അകത്ത് എച്ചിന് പകരം ആരെ ഇട്ട് കൊടുത്തു? -1 ഇട്ട് കൊടുക്കണം. എച്ചിന് പകരം -1 ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 3 ഇൻറ്റു -1 -4 അല്ലേ? ദ ഹോൾ സ്ക്വയർ, ഇതാണ് ചെയ്യേണ്ടത്, അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -3 -4 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇത് -3 -4 എന്ന് പറയുന്ന -9 അല്ലേ? -9 ആണ്. -7 ആണ്. അപ്പോൾ -7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. ദാറ്റ് ഈസ് 5 മൈനസ് 49. ദിസ് ഈസ് ഈക്വൽ ടു -44. ആൻസർ ഈസ് -44. സിമ്പിൾ അല്ലേ? വെറുതെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ പിൽക്കാലത്തേക്ക് പോകുന്ന അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചെറുതായിട്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ കാണലും മൈനസും ഒക്കെ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് ചെയ്യാനുള്ള പോർഷൻസ് മാത്രമേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം ഈ പോർഷനിൽ നിന്ന് കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്, നിങ്ങൾ അധികം ഈ രീതിയിലുള്ള പ്രോബ്ലംസ് അധികം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഗെയിമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെയും യൂട്യൂബ് ചാനലുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇല്ല വേറെയും എവിടുന്നെങ്കിലുമൊക്കെ സെക്കൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. കോമ്പോസിറ്റ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് മാസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത മെയിനായിട്ടുള്ള ചാപ്റ്ററാണ് മെട്രീസസ്. അപ്പോൾ സെക്കൻഡ് ഇയറിലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് നമുക്ക് കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷേ ഐഡിയ പുതിയതാണ്, അല്ലേ? ചാപ്റ്റർ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിലാണ് കാണുന്നത്, പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒറ്റ വാക്കിൽ ചുരുക്കിയെങ്കിലും അതൊരു വലിയൊരു സംഭവമാണ്, അല്ലേ? കുറേ ഓപ്പറേഷൻസ് നമുക്ക് മെട്രിക്സിൻ്റെ അകത്തുണ്ട്. അഡീഷൻ ഉണ്ട്. ഇപ്പോൾ മെട്രിക്സിൻ്റെ അകത്ത് ഓർഡർ ഉണ്ട്, അതുപോലെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? ഓപ്പറേഷൻസ്. ഫസ്റ്റ് ഓപ്പറേഷൻ അഡീഷനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 മെട്രിസസ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കണം, അല്ലേ? സെയിം ഓർഡർ ആയിട്ടുള്ള മെട്രിസസിനെ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യും. ഇനിയുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താ? ഒരു ഫസ്റ്റ് സെറ്റിൻ്റെ ഫസ്റ്റ് റോയിലുള്ള എലമെൻസിനെ എന്ത് ചെയ്യും? സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഒരു 2x2 മെട്രിക്സ് അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? അതും ഒരു സെറ്റ് മെട്രിക്സ് ഓപ്പറേഷനാണ്. അതോടൊപ്പം തന്നെയുള്ള സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ? ഒരു സ്കെയിലാർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മെട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻസിനെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോസ്, അപ്പോൾ ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് എല്ലാമാണ് നമ്മൾ എവിടെ കാണുക? നമ്മൾ മെട്രിക്സിൻ്റെ അകത്ത് കാണുക. അപ്പോൾ ആ ഓപ്പറേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇല്ല പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സെറ്റ് തരും, ഇല്ല മെട്രിക്സ് തരും. മെട്രിക്സ് തന്നിട്ട് എന്താണ് 5x എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ 5a² - 2i + a ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ക്വയർ കാണാൻ പഠിക്കണം, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ 5a കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ് എന്നറിയണം. അപ്പോൾ അതിൻ്റെ അകത്ത് അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ ഇതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്പറേഷൻസ് എല്ലാം വരുന്ന ടൈപ്പായിരിക്കും മിക്കവാറും മെട്രിക്സിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യം. മിക്കവാറും ചോദിക്കുന്ന ചോദ്യം അതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അത് തന്നെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇപ്പോൾ ഒരു മെട്രിക്സിനെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു മെട്രിക്സിനെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാം അല്ലേ? സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാം. എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + a ട്രാൻസ്പോസ് ബൈ 2 ആണ്, പ്ലസ് a ട്രാൻസ്പോസ് ബൈ 2 ആണ് അല്ലേ? അപ്പോൾ സ്ക്യൂ സിമെട്രിക്ക് a- ഒരു മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൈനസ് ചെയ്താൽ സ്ക്യൂ സിമെട്രിക്ക് കിട്ടും, ഒരു മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് ആഡ് ചെയ്താൽ സിമെട്രിക്കും കിട്ടും. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ a ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ഇത് ആഡ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മുടെ ഇത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ മിക്കവാറും കണ്ടുവരുന്നതാണ്. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനാണെങ്കിലും ഫൈനൽ എക്സാമിനാണെങ്കിലും മെട്രിക്സിൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ക്ലിയർ ആണല്ലോ? ഇനി മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? ഇഫ് എ സ്ക്വയർ മെട്രിക്സ്, എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, സച്ച് ദാറ്റ് എന്താണ് a² ഈസ് ഈക്വൽ ടു എ ആണ്. a² ഈസ് ഈക്വൽ ടു എ ആണ്. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് i + a the whole cube minus 7a, i + a the whole cube minus 7a ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് i + a the whole cube എന്താ? i + a the whole cube ഈസ് ഈക്വൽ ടു എന്താ? നമുക്കറിയാം i³ a + b the whole cube എന്ന് പറഞ്ഞാൽ i³ പ്ലസ് 3i² പ്ലസ് 3ia² പ്ലസ് a³ ആണ് അല്ലേ? ഇത് മൈനസ് എന്താ പറയുക 7aയും കൂടെ ഉണ്ടല്ലോ, 7aയും കൂടെ ഉണ്ട്. ഇത് മൈനസ് 7a ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സിന് എന്ത് പവർ വെച്ച് ചെയ്താലും എന്ത് തന്നെ കിട്ടുള്ളൂ? ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടുള്ളൂ. i² i തന്നെയായിരിക്കും, i³ എന്ത് തന്നെയായിരിക്കും? i തന്നെയായിരിക്കും. അപ്പോൾ i³ എന്ന് പറയുന്ന i തന്നെയായി, ഇത് പ്ലസ്. ഇനി 3 × i² എന്ന് പറയുന്നത് എന്താ മക്കളെ? i തന്നെയാണ് അല്ലേ? ഐയുടെ പവർ എപ്പോഴും i തന്നെയായിരിക്കും. ഇനി ആ i × a എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? a ആയിരിക്കും. ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ മെട്രിക്സിൻ്റെ ആ രീതിയിലുള്ള കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ബേസിക് നോളജ് ഉണ്ട്. അത് ഉറപ്പായിട്ടും നമ്മുടെ പോർഷൻസ് പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ i × a തന്നെയായിരിക്കും. അപ്പോൾ 3 × i² i ആണ്, i × a തന്നെയാണ്. അപ്പോൾ 3a വരും. പ്ലസ് a² എന്ത് തന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് a ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? a² a ആണ് എങ്കിൽ ഇതെന്തായി? ഇത് a ആയി. അപ്പോൾ a × i എന്ന് പറയുന്നത് വീണ്ടും a ആയി. അപ്പോൾ 3 × a വീണ്ടും വന്നു. ഇനി പ്ലസ് a³ കാര്യം നമ്മൾക്കൊന്നും അറിയത്തില്ല അല്ലേ? a² a ആണെന്ന് പറഞ്ഞു, പക്ഷേ a³ നമുക്ക് എങ്ങനെ എഴുതാം? a² × a എന്ന് എഴുതാം അല്ലേ? a² × a എന്ന് എഴുതാം. അപ്പോൾ a² എന്താ? a² എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ വീണ്ടും എന്ത് വന്നു? a × a, അതായത് a² വീണ്ടും വന്നു. ആ a² എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ a³ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? a³ എന്ന് പറയുന്നതും a തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഇത് a വന്നു. ഇനി മൈനസ് 7a, ദിസ് ഈസ് ഈക്വൽ ടു i പ്ലസ് ഈ 3 + 3 എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ് 1 എന്ന് പറയുന്നത് 7a ആണ്. 7a മൈനസ് 7a, ദിസ് ഈസ് ഈക്വൽ ടു രണ്ടും ക്യാൻസലായി i. ആൻസർ ഈസ് i, ഓപ്ഷൻ സി അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലെ ആ ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. മെട്രിക്സ് വളരെ സിമ്പിളാണ്. ഡിറ്റർമിനൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെട്രിക്സ് സിമ്പിളാണ്, പക്ഷേ ഡിറ്റർമിനൻസ് അത്ര വലിയ ഹ്യൂജ് ടാസ്ക്കുള്ള
ചാപ്റ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ചാപ്റ്റർ തന്നെയാണ്. ഡിറ്റർമിനൻസിൻ്റെ അകത്ത് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കിയിരിക്കണം. ഡിറ്റർമിനൻറ്റ് കാണുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്, അത് പ്രോപ്പർട്ടീസ് ഡിറ്റർമിനൻസിനും പ്രോപ്പർട്ടി ഉണ്ട്, അഡ്ജോയിൻറ്റിനും പ്രോപ്പർട്ടി ഉണ്ട്. അഡ്ജോയിൻറ്റ് എന്താണെന്നും അടുത്ത ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഡിറ്റർമിനൻസിൻ്റെ അകത്തെ പ്രോപ്പർട്ടീസ്. അത് ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിലും അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിലും. ഓക്കെ, ഇനി അടുത്തത് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ. ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ സൊല്യൂഷൻസ്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ സൊല്യൂഷൻസിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഈ അടുത്ത കാലത്തൊന്നും കാണുന്നില്ല. ഈ മോളിലുള്ള പോർഷൻസ് എസ്പെഷ്യലി പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് മിക്കവാറും ഡിറ്റർമിനൻസിൻ്റെ അകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത നമ്മുടെ ചോദ്യം നോക്കാം. ഇഫ് എ ഈസ് എ 3x3 സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഉറപ്പായിട്ടും ഡിറ്റർമിനൻസിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പായിട്ടും അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. കാരണം ഡിറ്റർമിനൻറ്റ് കാണണമെങ്കിൽ അത് 2x2 മെട്രിക്സ് ആയിരിക്കുമോ അല്ലെങ്കിൽ 3x3 മെട്രിക്സോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇനി ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു 5. ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു 5 ആണ്. ദെൻ അഡ്ജോയിൻറ്റ് ഓഫ് എ, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ. അപ്പോൾ അത് അഡ്ജോയിൻ്റ് എയുടെ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് നിന്ന് പഠിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അഡ്ജോയിൻ്റ് എയുടെ പ്രോപ്പർട്ടീസിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഓർത്ത് നോക്കിയേ, എന്താണ് അഡ്ജോയിൻറ്റ് എ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എ ഡിറ്റർമിനൻ്റ് റേസ് ടു n-1 ആണ്. ഡിറ്റർമിനൻ്റ് റേസ് ടു n-1 ഈ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല എങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പാടായിരിക്കും അല്ലേ. ഇതിൽ n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദി മെട്രിക്സിൻ്റെ ഓർഡറാണ് n. അപ്പോൾ നമുക്കറിയാം എന്താ അഡ്ജോയിൻറ്റ് ഓഫ് എ, ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താ 5 ആണ്. ദാറ്റ് ഈസ് 5 റേസ് ടു n-1. n എന്താ ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ എത്രയാ 3/3. അപ്പോൾ 3 ആണ് ഓർഡർ 3 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. വേറെ ഒന്നും നോക്കണ്ട, ഒത്തിരി കാര്യങ്ങളൊന്നും ആലോചിക്കാനും തലപുകയാനും ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം അറിയാമെങ്കിൽ, ഈ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ കണ്ണു അടച്ച് ആൻസർ എഴുതാം വിത്തിൻ 2-3 സെക്കൻഡ്സ് അല്ലേ. ഇല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 സെക്കൻഡ്സ്. നമുക്ക് സമയം കൺസ്യൂം ചെയ്യാവുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന 3 ചാപ്റ്റേഴ്സാണ് മെട്രിക്സ്, ഡിറ്റർമിനൻസും ഒക്കെ 3-4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തലപുകഞ്ഞ് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാം. ഈസി ആയിട്ട് സമയം കുറച്ചെടുക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടീസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതേണ്ട ഈ കൊടുത്തിരിക്കുന്ന സാധനം. എന്താണ് ഡിറ്റർമിനൻറ്റ് എ സ്ക്വയർ. ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഡിറ്റർമിനൻറ്റ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഡിറ്റർമിനൻ്റ് എടുത്താൽ അതിൻ്റെ സ്ക്വയറാണ്. ഡിറ്റർമിനൻറ്റിൻ്റെ സ്ക്വയർ തന്നെ. ഈ ഒരു പ്രോപ്പർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ ക്വസ്റ്റിൻ്റെ അകത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി. ഇതുപോലെ ഒരു 3-4-5 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടി എ സ്ക്വയർ, ഡിറ്റർമിനൻറ്റ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡിറ്റർമിനൻ്റ് ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയറിൻ്റെ ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. അതായത് എ ഡിറ്റർമിനൻ്റ് സ്ക്വയർ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഞാൻ ഡിറ്റർമിനൻ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്താ 5 ആണ്. ഡിറ്റർമിനൻ്റ് 5 ആണ്. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താ, ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഈ കോളം വൈസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 5 ഇൻറ്റു മാത്രം നോക്കിയാൽ മതി. 5 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി വെച്ചാൽ എന്താ 5 ആൽഫ -0. ഇപ്പോൾ 5 ആൽഫയേ ഉള്ളൂ. മിച്ചം എന്താ പിന്നെയും ഉണ്ടോ 0 ഇൻറ്റു 0 ഇൻറ്റു ഒക്കെ. അപ്പോൾ അതെന്താവും, അത് ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ വേറെ നോക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് നോക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 5 തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ 5 ആൽഫ ഈസ് ഈക്വൽ ടു എന്താ, 5 ആൽഫ ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൽഫ ഈസ് ഈക്വൽ ടു 1/5. ആൽഫ ഈസ് ഈക്വൽ ടു 1/5. ആൻസർ ഈസ് ഡി. അപ്പം പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഡിറ്റർമിനൻസും ചെയ്യാൻ പറ്റുക.
പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് മെട്രിക്സും ഡിറ്റർമിനൻസും. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റീസ് പഠിച്ചാൽ ഇൻവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ട്രിഗ്നോമെട്രി വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ ഐഡൻറ്റിറ്റീസ് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റീസ് പഠിക്കാനുണ്ട്. അതിന് മുമ്പ് ക്വാഡ്രൻസ് നമ്മൾ മുമ്പേ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ക്വാഡ്രൻസുമായിട്ടുള്ള ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ക്വാഡ്രൻസിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം, ASTC റൂൾ അറിയണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ. അത്ര അറിയാമെങ്കിൽ സിമ്പിളാണ് മക്കളെ. അതേണ്ട ഈ ഐഡൻറ്റിറ്റീസ് പഠിച്ചാൽ മതി. റെസിപ്രോക്കൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എന്താ സൈൻ H ഇല്ല സൈൻ തീറ്റ = 1/cosec അല്ലെ, അതുപോലെയുള്ള റെസിപ്രോക്കൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. പൈതഗോറിയൻ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. sin² H + cos² H = 1 അല്ലേ. അപ്പോൾ അതുപോലെയുള്ള പൈതഗോറിയൻ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. റേഷ്യോ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എന്താ sin H tan H = sin/cos അല്ലേ, sin H = cos/cot. അപ്പോൾ അതുപോലെയുള്ള ഐഡൻറ്റിറ്റീസ്, റേഷ്യോ ഐഡൻറ്റിറ്റീസ് പഠിക്കണം. ഓപ്പോസിറ്റ് ആംഗിൾ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഐഡൻറ്റിറ്റീസാണ്. കോംപ്ലിമെൻ്ററി ആംഗിൾ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, സപ്ലിമെൻ്ററി ആംഗിൾ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, സം ആൻഡ് ഡിഫറെൻറ്റ് ആംഗിൾ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ഡബിൾ ആംഗിൾ ഉണ്ട്, അതായത് sin 2θ etc cos 2θ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ല ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഹാഫ് ആംഗിൾ ഉണ്ട്, sin h/2 θ/2 അല്ലെ. പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, സം ഉണ്ട്, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്, പ്രോഡക്റ്റ്, ട്രയാങ്കിൾ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ഇത്രയും ഐഡൻറ്റിറ്റീസാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐഡൻറ്റിറ്റീസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഐഡൻറ്റിറ്റി നമുക്ക് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്, നിങ്ങൾക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിക്കാനുള്ള ഒരു ടിപ്പും കൂടി നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറയുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇത്രയും ഐഡൻറ്റിറ്റീസ് ഒക്കെ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റീസ് അറിയാമെങ്കിൽ വേണ്ട ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ sin θ + cosec θ sin θ + cosec θ = 2. അപ്പോൾ sin θ + cosec θ 2 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് sin raised to 6θ plus cosec raised to 6θ = 2. അപ്പോൾ അതിൻ്റെ പവർ ആണല്ലേ. അപ്പോൾ നോക്കിയൊന്ന് ആലോചിച്ചേ, സൈനും കൊസീക്കും റെസിപ്രോക്കൽസാണ് അല്ലേ. സൈനും കൊസീക്കും റെസിപ്രോക്കൽസാണ്. അപ്പോൾ സൈനിന് വരുന്ന അതേ വാല്യൂസ് തന്നെയാണ് ആർക്ക് വരിക, കൊസീക്കിന് വരിക. നേരെ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. നമ്മളിപ്പം നമ്മുടെ ആംഗിളൊക്കെ എടുത്ത് നമ്മുടെ എന്താ ബേസിക് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ sin 0 എന്ന് പറയുന്നത് 0 ആണ്, sin 90 എന്ന് പറയുന്നത് 1 ആണ്. അത് സൈനിൻ്റെയാണ്. അത് നേരെ തിരിച്ചാണെങ്കിലോ, കൊസീക്ക് ആണെങ്കിൽ നേരെ തിരിച്ച് ഇത് 1ഉം ഇത് നേരെ റെസിപ്രോക്കൽസ് ആയിട്ടാണ് വരിക. അപ്പോൾ നേരെ റെസിപ്രോക്കൽ ആണെങ്കിൽ ഇതിൻ്റെ സം 2 വരുന്നത് എപ്പോഴാണ്, sin θ + cosec θ = 2 വരണമെങ്കിൽ ഇത് 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം. sin θ 1 ആകുന്നതും cosec θ 1 ആകുന്നതും എപ്പോഴാണ്, ആംഗിള് തീറ്റ = എപ്പോൾ വരുമ്പോഴാണ്, 90 ഡിഗ്രി വരുമ്പോഴാണ്. തീറ്റ എപ്പോഴും വരുമ്പോഴാണ്, 90 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പോൾ sin θ എന്ന് പറയുന്നത് sin 90 ആണ് അല്ലേ, sin 90 ആണ്. ദാറ്റ് ഈസ് sin 90 പ്ലസ് ഓൺലി പോസിബിളാണ്. ഇത് ഒരിക്കലേ പോസിബിൾ ആവുള്ളൂ, 90 ആയാൽ മാത്രമേ. 90 കൊസീക്കും ആംഗിൾ 90 ആയാൽ മാത്രമേ വേണ്ടേ sin θ + cosec θ 2 ആവത്തുള്ളൂ. ഇതിൻ്റെ വാല്യൂ ഇത് 1 ആണ്, ഇതും 1 ആണ്. 1 + 1 2 വരും. അല്ലാതെ ഒരു കാരണവശാലും sin θ + cosec θ 2 ആവില്ല. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ sin² θ എന്ന് 90 എന്ന് പറയുന്നതും cosec² 90 എന്നൊക്കെ പറയുന്നതും എന്ത് തന്നെയായിരിക്കും, ദാറ്റ് ഈസ് 1. ഇതും 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. അപ്പം ഏത് പവർ 1ൻ്റെ ഏത് പവർ വന്നാലും ദാറ്റ് ഈസ് 1/6 + 1/6 അതും എന്ത് തന്നെയായിരിക്കും, 2 തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ sin θ + cosec θ 2 വരണമെങ്കിൽ അത് രണ്ടും 1 ആയിരിക്കും. അപ്പോൾ തീറ്റ 90 ആയിരിക്കും. തീറ്റ 90 ആണെങ്കിൽ sin θയുടെ വാല്യൂ 1. അതിൻ്റെ പവർ 6 എന്ന് പറഞ്ഞാൽ അത് raised to 6 എന്ന് പറഞ്ഞാൽ എന്താ, 1/6 തന്നെയാണ്. 1/6 1 ആണ്, അപ്പുറത്തും 1/6 1 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2 വരും. ആൻസർ ഈസ് 2. ഓക്കെ, ഇത് നമ്മുടെ ഐഡൻറ്റിറ്റീസ് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ഐഡൻറ്റിറ്റി വരുന്നില്ല, ആംഗിളിൻ്റെ കാര്യം മാത്രം ഒന്ന് ഓർത്തേച്ചാൽ മതി. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് cos π/4 + h + cos π/4 - h. അപ്പോൾ ഇവിടെ എന്തോ നമ്മൾ പഠിച്ചിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കടന്നു വരുന്നുണ്ടല്ലോ. എന്താണ് cos h + cos y, cos h + cos y. cos h + cos y എന്ന് പറയുന്നത് എന്താ, 2 cos h + y/2 cos h - y/2. ഈ ഐഡൻറ്റിറ്റി പഠിച്ചിരിക്കണം.
ഈ ഐഡൻറ്റിറ്റി അറിയണം. ഈ ഐഡൻറ്റിറ്റി അറിഞ്ഞാലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് ഇവിടെ എച്ച് എന്താ, എച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് എച്ച് ആണ്. വൈ ഈസ് ഈക്വൽ ടു π/4 മൈനസ് എച്ച് ആണ്. അപ്പോൾ നമുക്ക് വിഷയമില്ല, നമ്മൾ നേരെ ചെയ്യാൻ പോവാണ്. കോസ് π/4 പ്ലസ് എച്ച് പ്ലസ് കോസ് π/4 മൈനസ് എച്ച് എന്ന് പറയുന്നത് ഞാൻ വേണ്ട ഇതിനെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവാം. കോസ് പൈ പ്ലസ് 4h/4 എന്ന് എഴുതി, കുഴപ്പമുണ്ടോ? പ്ലസ് കോസ് പൈ മൈനസ് 4h/4. ഡിനോമിനേറ്റർ, ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കി. അതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ 2 കോസ് എച്ച് വേണ്ട, ഈ കൊടുത്തിരിക്കുന്ന എച്ച്, ഇത് എച്ച്, ഇത് വൈയും ആണ്. അപ്പോൾ കോസ് എച്ച് പ്ലസ് y/2, അതായത് പൈ പ്ലസ് 4h പ്ലസ് എച്ച് പ്ലസ് വൈ എന്ന് പറയുന്ന പൈ മൈനസ് 4h ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓൾറെഡി ഒരു 4 ഉണ്ട്, അപ്പോൾ ഡിവൈഡഡ് ബൈ 2 വരുമ്പം 8 ആവും അല്ലേ. ഇനി എന്താ ഉള്ളത്, കോസ് എച്ച് മൈനസ്, അതായത് പൈ പ്ലസ് 4h മൈനസ് പൈ മൈനസ് 4h ബൈ 2 അല്ലേ, കാണാമല്ലോ അല്ലേ. ബൈ 2 എന്ന് പറയുന്നത് എന്താ, ബൈ 2 എന്ന് പറയുമ്പം 2 ഓൾറെഡി ഉള്ള ഒരു 8 കൂടിയുണ്ട് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം 2 കോസ് പൈ പ്ലസ് 4h പ്ലസ് പൈ മൈനസ് 4h ബൈ 8 ആണ്. അതുപോലെ തന്നെ കോസ് പൈ പ്ലസ് 4h മൈനസ് പൈ മൈനസ് 4h ആണ്. അല്ലേ, ഇത് ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 കോസ്, ഇത് പൈയും പ്ലസ് ചെയ്യാണ്, 4h രണ്ടും മൈനസ് ചെയ്യാണ്, ദാറ്റ് ഈസ് 2π/8. പിന്നെ കോസ് ഇവിടെ എന്താണ്, ഈ 4h പ്ലസ് ആണ്, ഈ പൈ മൈനസ് ആണ്, ഈ പൈ മൈനസ് ആണ്, ഇത് എന്ത് വരും, ഇത് പ്ലസ് ആയിട്ട് വരും, ദാറ്റ് ഈസ് 8h ഡിവൈഡഡ് ബൈ 8 വരും. ദിസ് ഇസ് ഈക്വൽ ടു 2 കോസ് എന്താ π/4 കോസ് എച്ച്. ഈ കോസ് π/4ൻ്റെ വാല്യൂ നമുക്കറിയാം, കോസ് 45 എത്രയാണ്, 1/√2. അപ്പോൾ 2 × 1/√2 കോസ് എച്ച് അല്ലേ. അപ്പോൾ വേണ്ട ഈ 2 എന്ന് പറയുന്നത് √2 × √2 അല്ലേ, ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/√2 കോസ് എച്ച്. ഇത് രണ്ടും ക്യാൻസൽ ആയാൽ എന്താ ഉള്ളത്, √2 കോസ് എച്ച്. സിമ്പിളല്ലേ. അപ്പോൾ ആ ഐഡൻറ്റിറ്റി അറിഞ്ഞിരിക്കണം. ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ 2ഉം 4ഉം ഒക്കെ കൂട്ടുന്നുമില്ല, മൈനസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ട്രിഗ്നോമെട്രി റേഷ്യോസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഐഡൻറ്റിറ്റീസ് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 3-4 ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഐഡൻറ്റിറ്റീസ് പഠിക്കാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു 3-4 മിനിറ്റും കൂടി സമയം എടുക്കുകയാണ്. പല ഐഡൻറ്റിറ്റീസ്, ട്രിഗ്നോമെട്രിയുടെ പല ഐഡൻറ്റിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. പല ഐഡൻറ്റിറ്റീസ് പഠിക്കാനൊരു എളുപ്പത്തിന് നമ്മളൊരു ഹെക്സഗൺ വരയ്ക്കുകയാണ്. ഒരു ഹെക്സഗൺ ഇതെന്താ, ഒരു സൂപ്പർ ഹെക്സഗൺ എന്ന് വിളിക്കുക. ഈ ഒരു ഹെക്സഗണിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി, ഒരു 100ഓളം ഇല്ലെങ്കിൽ 70-80 ഐഡൻറ്റിറ്റീസ് ഉണ്ട് അല്ലേ, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അത്രയും ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ട ഇങ്ങനെ ഒരു ഹെക്സഗൺ എടുത്തു, അതിൻ്റെ നടുക്ക് 1 എഴുതി, എല്ലാ വെർട്ടീസസിൽ നിന്നും എന്ത് ചെയ്തു, ഞാൻ അകത്തേക്ക് ഒരു ലൈൻ ഇട്ടു. ഇനി ഞാനിവിടെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ടാൻ എഴുതി, ഈ റേഷ്യോ ഈ സൈഡിൽ ടാൻ എഴുതി, ഇതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ സൈൻ. ടാൻ എന്ന് പറയുന്ന സൈൻ ബൈ കോസാണ്. ടാനിൻ്റെ ഓപ്പോസിറ്റ് കോട്ട് എഴുതി, കോട്ട്. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള 3 എണ്ണം ഇവിടെ വരുന്നതും സിയിൽ തുടങ്ങുന്നതായിരിക്കണം, ദാറ്റ് ഈസ് കൊസീക്ക്. അല്ലെങ്കിൽ സൈനിൻ്റെ ഓപ്പോസിറ്റ് കൊസീക്ക് ആണെന്ന് ഓർത്താൽ മതി. ഇനി കോസിൻ്റെ ഓപ്പോസിറ്റ് എന്താ, സീക്കാണ്. ഓക്കെ, അപ്പം ഒരു ഹെക്സഗൺ വരച്ചു, അതിൻ്റെ വെർട്ടീസസിലെല്ലാം 6 റേഷ്യോസ് അടയാളപ്പെടുത്തി. ഇനി നോക്കിയേ, ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് വേണ്ട ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. ദിസ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ്. ഇനി അടുത്തത് സൈൻ തീറ്റ എടുത്താലോ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അടുത്ത കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റയാണ്. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റ എന്നെടുക്കാം. ഇനി അടുത്തത് കോസ് തീറ്റ എടുത്താൽ എന്താ, അടുത്തത് വരുന്നത് കോട്ട് തീറ്റയാണ് ഡിവൈഡഡ് ബൈ അടുത്തത് കൊസീക് തീറ്റയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലോക്ക് വൈസ് നമ്മൾ മൂവ് ചെയ്താൽ
ക്ലോക്ക് വൈസ് ആരോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹെക്സഗണിൻ്റെ അകത്ത് ക്ലോക്ക് വൈസ് ഒന്നാമത്തെ റിലേഷനാണ് ഇത് എഴുതി വെക്കുക, ഇല്ല നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ റിലേഷൻ കോട്ട്. ഓക്കെ, ഒന്നാമത്തെ റിലേഷൻ ഇതാണ് മക്കളെ. എന്താ, നമ്മൾ ക്ലോക്ക് വൈസ് മൂവ് ചെയ്താൽ ഒന്നാമത്തെ ആൾ ഇതേണ്ട ഇത് 1 ആണ് എങ്കിൽ ഇത് 2, ഇത് 3. ക്ലോക്ക് വൈസ് പോയാൽ അതാ അല്ലേ, ക്ലോക്ക് വൈസ് പോയാൽ 1, 3 ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ മൂവ് ചെയ്താൽ ഒന്നാമത്തെ റേഷ്യോ, ഒന്നാമത്തെ പൊസിഷനിലുള്ള ആൾ ഈസ് ഈക്വൽ ടു എന്താണ്, 2/3 ആണ്. ഒന്നാമത്തെ ആൾ 2/3. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. റൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ടാൻ ആണ്, സൈൻ 2 കോസ് 3. അപ്പോൾ ടാൻ എന്ന് പറയുന്നത് 2/3 സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ്. സൈൻ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്താലോ, അടുത്ത കോസ് 2 ആണ്, കോട്ട് 3 ആണ്. ദാറ്റ് ഈസ് സൈൻ ഈസ് ഈക്വൽ ടു 2/3 കോസ് ബൈ കോട്ട്. അങ്ങനെ നമുക്ക് 6 ഐഡൻറ്റിറ്റീസ് ക്ലോക്ക് വൈസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ എന്താണ്, 1 തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടാൻ 1 ആണെങ്കിൽ സീക്ക് 2 കൊസീക്ക് 3. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് വേറെ ഐഡൻറ്റിറ്റിയും പറയാം, എന്താ, സീക്ക് തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്ക് തീറ്റ എന്നും വിളിക്കാം. സീക്ക് തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്ക് തീറ്റ. അപ്പോൾ 6 എത്രയായി, 12 ആയി അല്ലേ. 6 12 ഐഡൻറ്റിറ്റി ആയി. അപ്പോൾ ആ 12 ഐഡൻറ്റിറ്റി നമുക്ക് ആ ഹെക്സഗണിൽ നിന്ന് കിട്ടി. വീണ്ടും ആ ഹെക്സഗൺ തന്നെ വരയ്ക്കുന്നു. ഹെക്സഗൺ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നടുക്ക് 1 വന്നു, വേണ്ട എല്ലാ വെർട്ടീസസിലേക്കും വരച്ചു. ഇവിടെ ടാൻ ആണ്, ഇവിടെ സൈൻ ആണ്, ഇവിടെ കോസ് ആണ്, ഇവിടെ കോട്ടാണ്, ഇവിടെ കൊസീക്കാണ്, ഇവിടെ സീക്കാണ്. ഇനി നേരെ ഡയഗണലി നോക്കിയേ. ഡയഗണലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, റെസിപ്രോക്കൽസാണ് കിടക്കുന്നത്. ഡയഗണലി നോക്കിക്കഴിഞ്ഞാൽ എന്താ, സൈൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ. ഡയഗണലി എന്ന് പറഞ്ഞാൽ വേണ്ട ഇങ്ങോട്ട് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നടുക്കൊരു 1 ഉണ്ട്, 1 ഡിവൈഡഡ് ബൈ കൊസീക്ക് തീറ്റയാണ് അല്ലേ. ഇപ്പോൾ കോസ് തീറ്റ എടുത്താലോ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഡയഗണലി കോസിൻ്റെ ഡയഗണൽ വേണ്ട ഇങ്ങോട്ട് വന്നു, 1 ഡിവൈഡഡ് ബൈ സീക്ക് തീറ്റയാണ്. നേരെ ടാൻ എടുത്താൽ 1 കോട്ടാണ്, കോട്ട് എടുത്താൽ 1 ടാൻ ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്ര ഐഡൻറ്റിറ്റി ഉണ്ട്, 6 ഐഡൻറ്റിറ്റി വീണ്ടും കിട്ടും. 6 ഐഡൻറ്റിറ്റി വീണ്ടും കിട്ടും. വീണ്ടും മൾട്ടിപ്ലിക്കേറ്റീവ് സാധനമുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഈ ഡയഗണലിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് എഴുതാം. എന്താ, ടാൻ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ എന്താ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ടാൻ തീറ്റ. കോസ് തീറ്റ ടാൻ തീറ്റയാണ്. അതായത് നടുക്കുള്ള ആളെന്ന് പറയുന്നത് വേണ്ട ഈ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും. നടുക്കുള്ള ആൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ കോട്ട് തീറ്റ എന്താ, കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റയാണ്. അപ്പോൾ സീക്ക് തീറ്റ എന്താ, സീക്ക് തീറ്റ എന്ന് പറയുന്നത് കൊസീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് എഴുതാം. അടുത്ത പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. സ്പീഡിൽ പറഞ്ഞു പോകാം കേട്ടോ, സമയമില്ല. അപ്പം അടുത്ത പോയിൻ്റായിട്ട് നോട്ട് ചെയ്തു. ഇനി റെസിപ്രോക്കൽസിൻ്റെ അകത്തുനിന്ന് നമുക്ക് എഴുതാം സൈൻ തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ഡയഗണലായിട്ട് കിടക്കുന്ന സാധനങ്ങളുടെ പ്രോഡക്റ്റ് 1 ആണ്. കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ 1. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു 12 ഐഡൻറ്റിറ്റീസും കിട്ടി. അപ്പോൾ 24 6 30 ഐഡൻറ്റിറ്റീസ് ആവും. മൊത്തം 30 ഐഡൻറ്റിറ്റീസായി. ഇനി നമ്മുടെ ഈ ഹെക്സഗണിൻ്റെ അകത്ത് നമുക്കൊരു 3 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ പൈതഗോറിയൻ റോൾ എടുക്കാം. 3 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതേണ്ട ഈ ട്രയാങ്കിള് ഈ ട്രയാങ്കിള് ഓക്കെ. ഇവിടുന്ന് വേണ്ട ഇങ്ങനെ ക്ലോക്ക് വൈസ് നമ്മൾ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് സൈൻ തീറ്റ സ്റ്റാർട്ട് ചെയ്യുന്നു പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലോ ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്യുന്നു, 1 പ്ലസ് ഇവിടെ കോട്ടാണ്, കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ ഉള്ളതാരാ, കൊസീക്കാണ്, ഇത് സീക്കാണ്. അപ്പോൾ കൊസീക്ക് സ്ക്വയർ തീറ്റ. ഇനി അടുത്തത് ഇവിടെ ടാൻ സ്ക്വയർ തീറ്റയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതുപോലെയുള്ള ഐഡൻറ്റിറ്റീസ് എല്ലാം നമുക്ക് കുറേ രീതിയിൽ പഠിക്കാം. ഇല്ല, ഐഡൻറ്റിറ്റീസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാ പോർഷൻസിൽ നിന്നും ഇതുപോലെ സിമ്പിളായിട്ട് ഇല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ കാണാതെ പഠിക്കാതെ നമുക്ക് പല പോർഷൻസും പല ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ട് പറ്റും.
അപ്പോൾ അതുപോലെയുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബോർഡ് എക്സാമിനും ഏത് എൻട്രൻസ് എക്സാം ആയാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.